ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് നമ്മുടെ ഗൂഗിളിൽ ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് പാട്ട് ഇഷ്ടമില്ലാത്ത ആരാണ് ഉണ്ടാവുക അല്ലെ? എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പൊ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഗൂഗിൾ ക്രോം ഉണ്ട്. അതിൽ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്, ഓരോ സെർച്ച് എഞ്ചിനാണ്, നമുക്ക് പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിന്റെ ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇതിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതിന്റെ താഴെയായിട്ട് ഡിഫോൾട്ട് ആയിട്ട് കുറച്ചുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ ഐക്കൺ ആയിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ? ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്കത് അറിയില്ല പാട്ട് ഏതാണെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് അതിന്റെ മ്യൂസിക് മാത്രമേ അറിയുള്ളൂ, നമുക്കത് ജസ്റ്റ് ഒന്ന് മൂളിപ്പാട്ട് പാടാൻ മാത്രമേ അറിയുള്ളൂ എങ്കിൽ നമുക്ക് ആ പാട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, പ്രത്യേകിച്ച് പാട്ട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ. ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ലിസണിങ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മളൊന്ന് മൂളി കൊടുത്താൽ മാത്രം മതി. ഞാനത് മൂളിയപ്പോഴേക്ക് കണ്ടില്ലേ, കൃത്യമായിട്ട് ആ പാട്ട് ഏതാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നീ ഉറങ്ങിയോ നിലാവേ എന്നുള്ള ആ പാട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ലൈനുകൾ അറിയാമെന്ന് വിചാരിക്കും. ലൈനുകൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പാടി കൊടുത്താലും മതി. നീ ഉറങ്ങിയോ നിലാവേ. ആ പാടുമ്പോഴേക്ക് കൃത്യമായിട്ട് ആ പാട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് പാട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ നമുക്ക് പാട്ടിന്റെ ലൈനുകൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആ ഒരു മ്യൂസിക്കിന്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, അടുത്ത പാട്ട് ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമുള്ള ആളുകൾ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് അതുപോലെ മ്യൂസിക് മാത്രമേ അറിയുള്ളൂ, ജസ്റ്റ് ഒന്ന് മൂളാൻ മാത്രമേ അറിയുള്ളൂ എങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂളി കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ പാട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്തു.